കണ്ണൂർ CPIM-നെതിരെ നടക്കുന്നത് അപവാദ പ്രചാരണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായ P. ജയരാജനും ജില്ലാ കമ്മിറ്റി അംഗമായ M. ഷാജറും കൊട്ടേഷൻ സംഘങ്ങളെ സഹായിക്കുന്നവരെന്നത് അടിസ്ഥാനരഹിതമായ പ്രചരണം. നവമാധ്യമങ്ങളിൽ പാർട്ടിയുടെ വക്താക്കളായി കൊട്ടേഷൻ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ചില മാധ്യമങ്ങൾ അപവാദ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നുവെന്നും പ്രവർത്തകരും ജനങ്ങളും അതിൽ കുടുങ്ങരുതെന്നും നിർദ്ദേശം. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂരാണ് ചേരുന്നത്. നിഖിൽ, കഴിഞ്ഞ കുറച്ച് ദിവസമായി കണ്ണൂരിലെ ഈ പാർട്ടി പ്രശ്നങ്ങളും മനു തോമസിന്റെ ആരോപണങ്ങളും അതേപോലെ തന്നെ P. ജയരാജന്റെ തിരിച്ചടികളും എല്ലാം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ നിശബ്ദത പാലിക്കണം എന്നുമുണ്ട്. ഇപ്പോൾ CPM-നെതിരെ നടക്കുന്നത് അപവാദ പ്രചാരണമാണെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് പറയുകയാണ്. എന്തെല്ലാമാണ് സെക്രട്ടേറിയറ്റ് പറയുന്നത്? ഈ വിഷയത്തിൽ CPM-നെതിരെ ചില മാധ്യമങ്ങൾ തുടർച്ചയായി അപവാദ പ്രചരണങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ഉന്നയിക്കുന്നു എന്നൊരു വിലയിരുത്തലിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതാണ് പ്രസ്താവനയിൽ പറയുന്നത്. പാർട്ടി ഒരിക്കലും കൊട്ടേഷൻകാരെയോ അത്തരത്തിലുള്ള ആളുകളെയോ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുകൂടി ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ CPIM ഇതുവരെയും ഒരു പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. ഇന്നൊരു പക്ഷേ വരുന്ന പ്രതികരണം മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾ, അത്തരം പ്രചാരവേലകൾ അപലപനീയമാണ് എന്ന ഒറ്റ വാക്കിൽ അതിനോടുള്ള പ്രതികരണം CPIM ഒതുക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്ന് ഈ പത്രക്കുറിപ്പിൽ പറയുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണിയുടെ സ്വരത്തിൽ കൊട്ടേഷൻകാരായ ചിലർ നടത്തുന്ന പ്രതികരണങ്ങളുണ്ട്. അത് പ്രതിഷേധാർഹവും സമൂഹം അംഗീകരിക്കാത്തതുമാണ്. നവമാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങൾക്ക് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പ്രചരിപ്പിക്കുന്നതും ന്യായീകരിക്കത്തക്കതല്ല എന്ന ഒരു വിലയിരുത്തൽ കൂടി ഇന്നത്തെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് നടത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ വക്താക്കളായി നവമാധ്യമങ്ങളിൽ പ്രവർത്തിക്കാൻ കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. ഇത്തരത്തിൽ നടക്കുന്ന പ്രചാരണം, അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു വിഭാഗവും അല്ലാതെ മാധ്യമങ്ങളിലൂടെ പാർട്ടിക്കെതിരെ നടത്തുന്ന പ്രചാരവേലകളും തിരിച്ചറിയാൻ ജനങ്ങൾ തയ്യാറാകണം, അതിന് ജനങ്ങൾക്ക് കഴിയണം എന്ന് കൂടിയാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. ഏതായാലും ഈ മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി ഇത്തരമൊരു വിഷയം ഉന്നയിച്ചതിന് പിന്നാലെ പലതവണ പ്രതികരണം തേടിയെങ്കിലും CPIM ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. ആകെപ്പാടെ ഈ വിഷയത്തിൽ CPIM-ൽ നിന്ന് വന്ന പ്രതികരണം P. ജയരാജന്റേതായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൂടെ വന്ന ഒരു പ്രതികരണമായിരുന്നു. ആ പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിൽ CPIM നേതാക്കൾ ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തേണ്ടതില്ല എന്നൊരു നിർദ്ദേശം കൂടി ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം എന്ന രീതിയിൽ CPIM ഇങ്ങനെ ഒരു പത്രക്കുറിപ്പ് ഇറക്കുമ്പോഴും മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ ഒരു മറുപടി പാർട്ടി ഇപ്പോഴും പറയുന്നില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അപവാദ പ്രചരണങ്ങളാണ് ഷാജിറിനെതിരെയും P. ജയരാജനെതിരെയും നടത്തുന്നത് എന്ന് പറയുമ്പോഴും മനു തോമസ് P. ജയരാജനെതിരെ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ആ ആരോപണങ്ങളോട് പ്രതികരിക്കാൻ ഇപ്പോഴും CPIM നേതൃത്വം തയ്യാറായിട്ടില്ല. ഇന്ന് P. ജയരാജനോട് ഈ വിഷയത്തിലെ പ്രതികരണം ചോദിച്ചപ്പോൾ മൗനം വിദ്വാനുഭൂഷണം എന്നായിരുന്നു P. ജയരാജന്റെ ഒരു പ്രതികരണം വന്നത്. ഒരുപക്ഷെ ഇന്നിപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന പുറത്തു വരികയും അതോടൊപ്പം തന്നെ ഈ പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്കേർപ്പെടുത്താനുള്ള നിർദ്ദേശം വരികയും ചെയ്യുന്ന സാഹചര്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ P. ജയരാജനെതിരെ വിമർശനം ഉയർന്നു. P. ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വിഷയം വഷളാക്കിയത് എന്ന തരത്തിലുള്ള ഒരു വിചാരം ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നിരുന്നു. അതിലെല്ലാമുള്ള ഒരു പ്രതികരണം കൂടിയായി വേണം മൗനം വിദ്വാനുഭൂഷണം എന്ന P. ജയരാജന്റെ പ്രതികരണം കാണാൻ. ഏതായാലും വിഷയത്തിൽ ഇപ്പോൾ CPIM പ്രതികരിച്ചിരിക്കുന്നു. മനു തോമസിന്റെ പ്രചാരവേല അപലപനീയമാണ് എന്ന ഒരു വിലയിരുത്തലിൽ ഒതുക്കുകയാണ് ഈ വിഷയത്തെ CPIM ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് എല്ലാ മാധ്യമങ്ങളുടെ തലയിലിടുന്ന ഒരു പൊതുരീതി ഇവിടെയും അവലംബിക്കുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ പ്രചാരവേലയാണ്, മാധ്യമങ്ങൾ CPIM-നെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണെന്നൊരു വിലയിരുത്തലിലേക്കാണ് സംസ്ഥാന സെക്രട്ടറി. നിഖിൽ, കണ്ണൂർ CPIM-നെതിരെ നടക്കുന്നത് അപവാദ പ്രചാരണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായ P. ജയരാജനും ജില്ലാ കമ്മിറ്റി അംഗമായ M. ഷാജറും കൊട്ടേഷൻ സംഘങ്ങളെ സഹായിക്കുന്നവരെന്നത് അടിസ്ഥാനരഹിതമായ ആരോപണം എന്നാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പറയുന്നത്.